എന്ത് ജോലി ചെയ്താലും കൈനിറയെ ശമ്പളം കിട്ടുന്ന ഒരു അതിസമ്പന്ന രാജ്യമാണ് ലക്സംബർഗ്. ഫ്രാൻസിനും ജർമ്മനിക്കും മധ്യേയാണ് ലക്സംബർഗ് എന്ന കൊച്ചു രാജ്യത്തിന്റെ സ്ഥാനം. 50 കിലോമീറ്റർ നീളവും 50 കിലോമീറ്റർ വീതിയുമുള്ള ഏകദേശം കണ്ണൂർ ജില്ലയോട് കിടപിടിക്കാവുന്ന വലിപ്പമുള്ള ഒരു രാജ്യമാണ് ലക്സംബർഗ്. 6 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനമുള്ള രാജ്യമായി ലക്സംബർഗ് അറിയപ്പെടുന്നു. ചെറിയ രാജ്യമാണെങ്കിലും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് തുല്യമായ സ്ഥാനമാണ്. അതുപോലെ നാറ്റോയിലും മെമ്പർഷിപ്പുണ്ട്. ബാങ്കിംഗ് വ്യവസായത്തിൽ കൂടിയാണ് ലക്സംബർഗ് ഒരു ധനിക രാജ്യമായി മാറിയത്. കള്ളപ്പണം സൂക്ഷിക്കുവാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലുമുള്ള രാഷ്ട്രീയക്കാരും ബിസിനസ് മേധാവികളും പതിവായി ലക്സംബർഗിൽ വരികയും അവരുടെ ബ്ലാക്ക് മണി ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് ബാങ്കിലെ ക്ലർക്ക് ഒരിക്കലും ചോദിക്കുകയില്ല. നിങ്ങളുടെ പേരോ അക്കൗണ്ട് ബാലൻസോ നിങ്ങളുടെ നാട്ടിലുള്ള പത്രക്കാരെയോ പോലീസ് മേധാവികളെയോ അറിയിക്കുകയുമില്ല. ബാങ്കിംഗ് വ്യവസായത്തിന് പുറമെ ഉരുക്ക് വ്യവസായവും കാർഷിക മേഖലയും നല്ലപോലെ വികസിച്ചിട്ടുണ്ട് ഈ രാജ്യത്തിൽ. യൂറോപ്പിന്റെ ഗ്രീൻ ഹാർട്ട് എന്നറിയപ്പെടുന്നു. അത്രയധികം പച്ചപ്പും വനമേഖലയും ഈ രാജ്യത്തിലുണ്ട്. പാലും പാലുൽപ്പന്നങ്ങളും ധാരാളമായി ഉണ്ടാക്കുന്നുണ്ട്. വൈൻ തോട്ടങ്ങളും ടൂറിസ്റ്റുകളെ ലക്സംബർഗിലേക്ക് ആകർഷിക്കുന്നു. 300ഓളം ഇന്ത്യക്കാർ ലക്സംബർഗിൽ ഇപ്പോൾ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകളും ആർസിലോർ മിറ്റൽ എന്ന ഇന്ത്യൻ കമ്പനിയിൽ എഞ്ചിനീയർമാരാണ്. ഇന്ത്യയിൽ ഈ കമ്പനിയെ JSW സ്റ്റീൽ എന്നാണ് വിളിക്കുന്നത്. ലക്സംബർഗിലെ ഇന്ത്യക്കാരുടെ സംഘടനയാണ് ലക്സംബർഗ് ഇന്ത്യൻ അസോസിയേഷൻ. ലക്സംബർഗിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി ന്യൂഡൽഹിയിൽ ഒരു എംബസി തുടങ്ങിയിട്ടുണ്ട്. ടൂറിസ്റ്റ് വിസയ്ക്ക് പുറമെ എംപ്ലോയ്മെന്റ് വിസയും ഇവിടെ നിന്ന് കൊടുക്കാറുണ്ട്. ക്രിസ്ത്യൻ രാജ്യമായ ലക്സംബർഗിൽ 20,000-ഓളം മുസ്ലിങ്ങളും താമസിക്കുന്നു. ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും ധാരാളമായി ലക്സംബർഗിൽ കാണുവാൻ പറ്റും. വെള്ളിയാഴ്ച ജുമാ പ്രാർത്ഥന ബോസ്നിയാക്ക് ഭാഷയിലും ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകളിലുമാണ് നടത്തുന്നത്. ബാങ്കിംഗ് മേഖലയിൽ ലക്സംബർഗിൽ ജോലി കിട്ടാൻ എളുപ്പമാണ്. MBA പോലെയുള്ള ബിരുദങ്ങളും ഫൈനാൻസ് മേഖലയിൽ വൈദഗ്ധ്യമുള്ളവർക്ക് ബാങ്കിംഗ് ജോലികൾക്ക് ശ്രമിക്കാവുന്നതാണ്. 27,000 ആളുകൾ ഇപ്പോൾ തന്നെ ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നു. നല്ലപോലെ ഇംഗ്ലീഷ് അറിയുന്നവരെയാണ് ബാങ്കുകളിൽ ജോലിക്കെടുക്കുന്നത്. 152 ബാങ്കുകൾ ലക്സംബർഗിൽ പ്രവർത്തിക്കുന്നുണ്ട്. യൂറോ ആണ് ഇവിടുത്തെ കറൻസി. ധാരാളം ഇന്ത്യക്കാർ ജർമ്മനിയിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും ഫ്രാൻസിൽ നിന്നും രാവിലെ ലക്സംബർഗിൽ വരികയും ജോലി കഴിഞ്ഞ് വൈകുന്നേരം അയൽ രാജ്യത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ പൗരത്വം അല്ലെങ്കിൽ ഷെങ്കൻ വിസയുള്ള ഇന്ത്യക്കാർക്ക് ലക്സംബർഗിൽ പ്രവേശിക്കുവാൻ പ്രത്യേകിച്ച് അനുവാദം ആവശ്യമില്ല. എങ്കിലും ഇന്ത്യയിൽ നിന്ന് വിമാനമാർഗം വരുമ്പോൾ ന്യൂഡൽഹിയിൽ നിന്ന് വിസ എടുത്ത് മാത്രമേ യാത്ര പുറപ്പെടുവാൻ പറ്റുകയുള്ളൂ. യൂറോപ്യൻ യൂണിയന്റെ 4 ഹെഡ്ക്വാർട്ടേഴ്സുകൾ ഒന്ന് ലക്സംബർഗിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് മറ്റ് യൂറോപ്യൻ യൂണിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള രാജ്യങ്ങൾ. യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ലക്സംബർഗിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇടയ്ക്കിടയ്ക്ക് സംഘടിക്കുകയും ശമ്പള വർധനവിന് വേണ്ടി സമരം ചെയ്യുകയും ചെയ്യാറുണ്ട്. 10 ലക്ഷം ശമ്പളം കിട്ടുന്നവർ 12 ലക്ഷം രൂപ ചോദിച്ചാണ് സമരം ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയൻ ഒരു ഇടതുപക്ഷ സംഘടനയായതുകൊണ്ട് തൊഴിലാളി യൂണിയനുകളെ നിരുത്സാഹപ്പെടുത്തുകയോ നിരോധിക്കുകയോ ചെയ്തിട്ടില്ല. ലക്സംബർഗിൽ എല്ലാ വീടുകളിലും 4ഉം 5ഉം കാറുകൾ ഉള്ളതുകൊണ്ട് വമ്പിച്ച ട്രാഫിക് കുരുക്കുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുവാൻ പഠിപ്പിക്കുകയാണ് ലക്സംബർഗ് ഗവൺമെന്റ്. ബസ്സുകളിലും ട്രെയിനുകളിലും ട്രാമുകളിലും യാത്ര സൗജന്യമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഭൂരിഭാഗം ആളുകളും കാറുകൾ തന്നെ യാത്ര ചെയ്യുന്നു. ധാരാളം ടൂറിസ്റ്റുകളും ഇവിടെ വരുന്നുണ്ട്. മനോഹരമായ ഒരു ഓൾഡ് ടൗണും മ്യൂസിയങ്ങളും കോട്ടകളും ഇവിടെയുണ്ട്. കുന്നുകളും മലകളും നിറഞ്ഞ ഒരു രാജ്യമായതുകൊണ്ട് ട്രെക്കിങ്ങിനും ഹൈക്കിങ്ങിനും നല്ല സ്കോപ്പാണ്. രാജാവിന്റെ കൊട്ടാരവും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ഇവിടെയുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ വളരെ എക്സ്പെൻസീവാണ്. ഫ്രഞ്ച് റെസ്റ്റോറൻറ്റുകളിൽ വലിയ പോർഷൻസ് ആണ് കൊടുക്കുന്നത്. എപ്പോഴും 2 ഗേൾ ഫ്രണ്ട്സിനെയും കൂട്ടി പോകുന്നതാണ് ലാഭകരം. ലോഡ്ജ് മുറികളിൽ 10,000 രൂപയിൽ താഴെ മുറികൾ കിട്ടാൻ പ്രയാസമുണ്ട്. എങ്കിലും യൂത്ത് ഹോസ്റ്റലിൽ വാടക കുറവാണ്. മനോഹരമായ ഒരു എയർപോർട്ട് ലക്സംബർഗിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വർഷം 40 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നു. ലക്സംബർഗിന്റെ ഒഫീഷ്യൽ എയർലൈനായ ലെക്സെയർ ഇവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫ്രാൻസിലേക്കും ജർമ്മനിയിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഇവിടെ നിന്ന് നേരിട്ട് വിമാനം ലഭിക്കും.